തൃശൂർ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ കേസ്. ദേശമംഗലം സ്വദേശി PI ഷാനവാസിനെതിരെയാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തത്. പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് പട്ടാമ്പി സ്വദേശിയിൽ നിന്നും 25,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഈ അവിടുത്തെ പ്രമുഖനായ നേതാവാണെന്ന് തോന്നുന്നു PI ഷാനവാസ്, UDFിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവ്. ഇത് ആദ്യം ആയിട്ടാണോ ഒരാളിൽ നിന്ന് മാത്രമേ ഇത്തരത്തിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് 25,000 രൂപ മേടിച്ചിട്ടുള്ളോ? മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല സിജു. ഇത് പ്രധാനമായും ഒരു കേസ് പോലീസുമായി ബന്ധപ്പെട്ട് കേസ് ഒത്തുതീർപ്പാക്കി നൽകാമെന്ന് പറഞ്ഞ് ഒരു പട്ടാമ്പി സ്വദേശിയായ ഒരാളിൽ നിന്നും 25,000 രൂപ വാങ്ങി അത് പോലീസിന് നൽകാനാണെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. ഈ പൈസ പോലീസിന് നൽകിയിട്ടില്ല. ഇയാൾ ഇത് പറഞ്ഞ് ഈ കക്ഷിയെ പറ്റിച്ച പണം വാങ്ങിയെന്നാണ് കേസ്. കാരണം ഈ സംഭവം പിന്നീട് പുറത്തറിയുന്നത് ഈ കേസുമായി, അതായത് ഈ ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ കേസ് ഒരു വാഹനം പാട്ടത്തിനെടുത്ത് അത് പൊളിച്ചുവിറ്റ് വാഹന ഉടമ അറിയാതെ പൊളിച്ചുവിറ്റ കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒരാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഷാനവാസ് പണം വാങ്ങിയ പോലീസിൽ നിന്നും കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയതായുള്ള വിവരം പോലീസിന് അറിയുന്നത്. ഇതിനുശേഷമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഷാനവാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നോട്ടീസ് നൽകി ഇന്നലെ വിട്ടയച്ചു എന്നാണ് നമുക്കറിയുന്നത്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ UDFിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാനമായും നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഷാനവാസ്. ഇതുകൂടി, അതായത് ഇതിന്റെ കോൺഗ്രസ് നടത്തിയ പല വാർത്താ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഷാനവാസ് ഉണ്ടായിരുന്നു. ഇയാളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ പോലീസാണ് ഷാനവാസിനെ അറസ്റ്റ് ചെയ്തത്. ഈ പട്ടാമ്പി സ്വദേശിയുടെ ഇയാളുടെ വാഹനം, അതായത് ഒരു വാഹനം ആദ്യം പാട്ടത്തിനെടുത്ത ഒരാൾ, പിന്നീട് അത് ഷൊർണൂർ സ്വദേശി ഷിജു മോഹൻ എന്നയാളാണ്. ഇയാൾ മറ്റൊരാൾ 4 പേർ അറസ്റ്റിലായിട്ടുള്ളവർ ഷിജു മോഹൻ, ലത്തീഫ്, സജീഷ്, ഉമ്മർ എന്നിങ്ങനെ 4 പേരാണ്. ഇതിൽ ഉമ്മറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഷാനവാസിന് 25,000 രൂപ നൽകിയതായുള്ള വിവരം അറിയുന്നത്. ഇതിനുശേഷമാണ് പോലീസ് ഷാനവാസിനെ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുക്കുന്നത്. പോലീസിന്റെ പേര് പറഞ്ഞാണ് ഇയാൾ പണം കൈപ്പറ്റിയത് എന്നാണ് പ്രധാന പ്രശ്നം. ഇത് പോലീസിന് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കേസാണ്. അതുകൂടി കണക്കിലെടുത്താണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് സ്റ്റേഷനിൽ നിന്നും നോട്ടീസ് നൽകി ഷാനവാസിനെ വിട്ടയച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഷാനവാസ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ചിത്രം, ഷാനവാസ് VD സതീശനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുകയും സ്ക്രീനിൽ കാണുന്നത്. നിലവിൽ ഈ ചേലക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് ഷാനവാസ് എന്നാണ് തിയോഫിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 25,000 രൂപ പോലീസ് കേസ് ഒത്തുതീർപ്പാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്രമല്ല, ഈ 4 പേരെ പിടിയിലായപ്പോൾ മാത്രമാണ് ഈ വിവരം പുറത്തു വരികയും ചെയ്തത്. മറ്റെന്തൊക്കെ തരത്തിലേക്ക് ഇടപെടൽ, ഇദ്ദേഹത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ മുൻപ് ഇത്തരത്തിൽ പരാതി വല്ലതും ഈ ഷാനവാസിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ്? പലതരത്തിലുള്ള ഒത്തുതീർപ്പ് കേസുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഷാനവാസ് ഇടപെട്ടിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ പരാതികളോ ഒന്നും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഈ കേസിൽ തന്നെ ഈ വാഹനം മറിച്ചുവിറ്റ കേസിൽ ഇതിൽ വാഹന ഉടമ അറിയാതെ പൊളിച്ചുവിറ്റ കേസുമായി ബന്ധപ്പെട്ട് ഈ വാഹന ഉടമ, യഥാർത്ഥ ഉടമ, പോലീസിന് നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിൽ പ്രതികളെ പിടികൂടിയപ്പോഴാണ്, 4 പ്രതികളെ പിടികൂടിയപ്പോഴാണ് അതിലൊരാളുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കേസ് പിന്നീട് പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോവുകയും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇത് ഒത്തുതീർപ്പാക്കാം, അതായത് ഈ ഉടമ അറിയാതെ വാഹനം പൊളിച്ചുവിറ്റയാൾ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകി അത് അവസാനിപ്പിക്കാമെന്ന നിലയിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇതിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞ ശേഷം പോലീസ് എന്തായാലും ഈ അറസ്റ്റിലേക്ക് കടക്കുമെന്ന് പറയുന്നത് പ്രകാരം തന്നെയാണ് ഈ സ്ഥിരം ഒത്തുതീർപ്പ് കേസ് ഏറ്റെടുക്കുന്ന ആളാണ് ഈ ഷാനവാസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും നിരവധി കേസുകൾ ഇതിന്റെ പിന്നാലെ വരാൻ സാധ്യതയുമുണ്ട്. കോൺഗ്രസ്സുകാരാണ് അവിടുത്തെ ചേലക്കര തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ്. അതായത് കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമായി നടക്കുന്നയാൾ. സ്ഥിരം ഒത്തുതീർപ്പ് കേസുകളാണ്. ഇനിയും പല കേസുകളും വരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സതീശൻ്റെ അടുപ്പക്കാരൻ കൂടിയാണ് ഈ ഷാനവാസ്. തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും കേസുകൾ, കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും പോലീസ് ഇടപെടുകയും ഒരു അറസ്റ്റ് കൂടി ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുൻപ് ഇത്തരത്തിൽ ആരെങ്കിലും കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളും പരാതിയുമായി ഒരു പക്ഷേ പോലീസിനെ സമീപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടാകും. എന്തായാലും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളിലും ഇയാൾ ഇടപെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ പരാതികളോ കേസുകളോ അല്ലെങ്കിൽ നടപടികളോ ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചന നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ നിർണായകമായ ഒരു നടപടിയാണ് പോലീസിൽ നിന്നുണ്ടായിരിക്കുന്നത്. തന്നെയുമല്ല, ഒരു പ്രധാന
പങ്ക്, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ്. പ്രധാന നേതാക്കളിൽ, അതായത് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച പ്രധാന നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഷാനവാസ്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പല പ്രമുഖ നേതാക്കളോടും വ്യക്തിപരമായി വളരെ അടുപ്പമുള്ള ആളാണ്. തന്നെയുമല്ല, ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ്, 6ാം വാർഡിന്റെ മെമ്പർ കൂടിയാണ് ഇയാൾ. അത്തരത്തിൽ ഈ ദേശമംഗലം മേഖലയിലും ചെറുതുരുത്തി മേഖലയിലുമെല്ലാം വളരെ രാഷ്ട്രീയമായി തന്നെ ഉള്ള ഒരു സ്ഥാനം കൊണ്ട് തന്നെ, അതായത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഇത്തരം ഒത്തുതീർപ്പുകളോ പണം വാങ്ങിയിട്ടുള്ള സംഭവങ്ങളോ ഉണ്ടെന്നുള്ള സൂചന നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. സിജു, എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.